ക്രിസ്മസിന് എന്താണ് സന്ദേശം നൽകേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, 2-3 പുസ്തകങ്ങളുടെ ആമുഖം എടുത്ത് വായിക്കാൻ പറഞ്ഞു. അവസാനത്തെ ആമുഖം വായിച്ചപ്പോൾ അതെന്നെ സ്ട്രൈക്ക് ചെയ്തു. അത് മലാക്കി പ്രവാചകൻ്റെ ആമുഖമായിരുന്നു. മലാക്കി പ്രവാചകൻ ദേവാലയം നിർമ്മിക്കുന്നത് BC 513 ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങുന്നത്, പ്രവർത്തനം തുടങ്ങുന്നത് 444 ഒരു നല്ലൊരു നമ്പർ, 444 യേശു ക്രിസ്തു പിറക്കുന്നത് BC 3-ാം നൂറ്റാണ്ടിലാണ്. 444-ാം നൂറ്റാണ്ടിൽ വരെയാണ് ദൈവം അല്ലെങ്കിൽ ദൈവവും ഭൂമിയും തമ്മിലുള്ള സംസർഗങ്ങളുണ്ടായത്, അല്ലെങ്കിൽ ബന്ധങ്ങളുണ്ടായത്, അല്ലെങ്കിൽ കർത്താവ് സംസാരിച്ചിരുന്ന സമയങ്ങൾ BC 444 തീർന്നത് വീണ്ടും തുടങ്ങുന്നത് എന്നാണെന്ന് വെച്ചാൽ BC 3-ാം നൂറ്റാണ്ടിലാണ്. ഹല്ലേലൂയ. അപ്പോൾ ഏകദേശം 441 വർഷങ്ങൾ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധം, പഴയ നിയമമാകുമ്പോൾ സ്വർഗമല്ല, ദൈവവും ഭൂമിയും തമ്മിലുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ഇത് ഏകദേശം എന്ന് മാത്രമേ പറയാം, അവിടെ കൊടുത്തിട്ടില്ല. കൃത്യമായ കാലനിർണയം എളുപ്പമല്ല. ദേവാലയ നിർമ്മാണത്തിന് ശേഷം വരൾച്ചയ്ക്കും ചില നാശങ്ങൾക്കും തുടരെ ഇരയായിക്കൊണ്ടിരുന്ന ജനം ദൈവവിശ്വാസത്തിന്റെയും ദൈവസേവനത്തിന്റെയും പ്രശസ്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി. പ്രശസ്തി എന്താണെന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. 513 ദേവാലയ നിർമ്മാണം. ആ ദേവാലയ നിർമ്മാണത്തിന് ശേഷമാണ് മലാക്കി പ്രവാചകൻ തൻ്റെ പ്രവചനം തുടങ്ങുന്നത്. ഹല്ലേലൂയ. പ്രവചിക്കാൻ തുടങ്ങുന്നത്. അത് 444 ആയപ്പോഴേക്കും, അല്ലെങ്കിൽ അതിനോട് തൊട്ടടുത്ത വർഷം വരുമ്പോൾ തീരുകയാണ് ചെയ്യുന്നത്. ഈ 443 അല്ലെങ്കിൽ 433 വർഷക്കാലം എന്തുകൊണ്ട് ദൈവത്തിന് ഭൂമിയോടുള്ള സംസർഗം അല്ലെങ്കിൽ സന്ദേശങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു? നമുക്കറിയാം, ആദ്യത്തെ സന്ദേശം കിട്ടുന്നത് ആർക്കാണെന്ന് വെച്ചാൽ ആർക്കായിരിക്കും? സക്രിയയ്ക്കും എലിസബത്തിനും. പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട്, സന്ദേശം കൊടുക്കുന്നത്, ഇത് നിൻ്റെ ചാർച്ചക്കാരിയെ എലിസബത്ത് ഇത് ഗർഭിണിയായിരിക്കുന്നു. എത്ര മാസമാണ്? 6 മാസമാണ് അവൾക്ക് ഗർഭാവസ്ഥ. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടുന്ന സന്ദേശത്തെക്കാളും മുൻപ് ആർക്ക്? എലിസബത്തിനെ കർത്താവ് സന്ദർശിച്ചിരുന്നു. എലിസബത്തിന് മക്കളെ നൽകിയിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ എലിസബത്തിന് മക്കളെ നൽകിയിട്ടുണ്ടെങ്കിൽ എലിസബത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എലിസബത്തിന് 6 മാസമായെങ്കിൽ അതിൻ്റെ 6 മാസം മുമ്പ് ആർക്ക് സന്ദേശം കിട്ടി? സക്രിയയ്ക്ക് ദേവാലയത്തിൽ വെച്ച് ദർശനം കിട്ടി. ആ സന്ദേശം അവൻ അവിശ്വസിച്ചതുകൊണ്ട് അവൻ മൂകനായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ 6 മാസം എന്ന് കൂട്ടുമ്പോൾ എത്ര മാസമായി? ഇത് അമ്മയ്ക്ക് കിട്ടുന്നതെന്നാ? മാർച്ച് മാസം 25-നാണ് അല്ലേ? 25-ന്. അപ്പോൾ പെറോട്ടൊന്ന് പോയി നോക്കിയേ. ഡിസംബർ കഴിഞ്ഞ് നവംബർ, ഒക്ടോബർ, സെപ്റ്റംബർ അല്ലേ? സെപ്റ്റംബർ മാസത്തിലാണ് അല്ലേ കിട്ടുന്നത്. 6 മാസം എന്ന് പറയുമ്പോൾ സ്നേഹമുള്ളവർ, 433 അല്ലെങ്കിൽ 441 വർഷക്കാലം ഭൂമിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടത്. ആ ബന്ധം പുനഃസ്ഥാപിക്കുന്ന 2 കുടുംബങ്ങളാണ് എലിസബത്തിൻ്റെയും സക്രിയയുടെയും, അതോടൊപ്പം തന്നെ യൗസേപ്പിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും കുടുംബം. നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ അതിൽ ഒരു സ്വപ്നം മാത്രമേ കാണുന്നുള്ളൂ അല്ലേ? ഒരു സ്വപ്നം മാത്രമല്ലല്ലോ. യൗസേപ്പിതാവിന് പല സ്വപ്നങ്ങളും കിട്ടുന്നുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നം വന്ന സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങോ? യൗസേപ്പിതാവിനെ നമ്മുടെ ഫ്രാൻസിസ് പാപ്പ കിടന്നുറങ്ങുന്ന യൗസേപ്പിനെ ചിത്രീകരിക്കുന്നുണ്ട്. അതൊരു ഉറക്കല്ലല്ലോ. ആ ഉറക്കല്ല, ആ ദുഃഖത്തിൻ്റെ വേദനയുടെ ഞെരിവിരി കൊള്ളുന്ന സമയത്തൊന്ന് മയങ്ങിപ്പോകുന്നതാണ്. അതുതന്നെയാണല്ലോ പഴയ നിയമത്തിൽ ആരെയാണ് സൃഷ്ടിക്കുന്നത്?
ഹവ്വായെ സൃഷ്ടിക്കുമ്പോൾ ആദത്തെ ഉറക്കിയിട്ടാണ് വാരിലെടുത്ത് ചെയ്യുന്നത്. അല്ലേ ലിയാം? അബ്രാഹം ഉറങ്ങുന്നുണ്ടല്ലോ, ഉറങ്ങാൻ പറ്റുമോ അബ്രാഹത്തിന്? ഇല്ലല്ലോ. കേൾക്കുന്ന സംഭവം എല്ലാം ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. അല്ലേ ലിയാം? അല്ലേ? അതുകൊണ്ട് യോസേപ്പ് പിതാവ് ഇങ്ങനെ സ്വപ്നം കണ്ട് കിടക്കുക. സ്വപ്നം കണ്ട് ഒരു സ്വപ്നമല്ല, ആദ്യത്തെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഈ യോസേപ്പിന് ഏറ്റവും വലിയ സന്തോഷം രക്ഷകനെക്കുറിച്ചുള്ള സദ്വാർത്ത കേൾക്കണം എന്നാണ്. രക്ഷകനെക്കുറിച്ചുള്ള താല്പര്യമുണ്ടാകണം. അല്ലേലിയാം? അല്ലേലിയാം? രക്ഷകനെ. കാരണം എന്താ, പഴയ നിയമമെല്ലാം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകങ്ങളിലെല്ലാം നിഴലിച്ച് നിൽക്കുന്ന ഒരു പ്രവചനം ഏതാണെന്ന് വെച്ചാൽ, കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അല്ലേലിയാം? മിക്ക പ്രവാചകൻ്റെ പുസ്തകം അങ്ങനെ പഴയ നിയമത്തിൽ കിടക്കുന്നത് ഇവർക്ക് ഈ പരിശുദ്ധ അമ്മയ്ക്കും ഈ യോസേപ്പിതാവിനൊക്കെ അറിയാവുന്നത് കൊണ്ട് രക്ഷകനെ തേടിയുള്ള വലിയൊരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടായി. അങ്ങനെ രക്ഷകനെക്കുറിച്ചുള്ള ദാഹം ഉണ്ടായതുകൊണ്ടാണ്. എന്തെന്നാൽ ഈ യോസേപ്പിതാവിൻ്റെ വിവാഹ നിശ്ചയം ചെന്ന പരിശുദ്ധ അമ്മയിലൂടെയാണ് അത് ദൈവം നടത്തുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും അറിയില്ലായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് യോസേപ്പിതാവിനോ ധാരാളം സ്വപ്നങ്ങൾ നൽകിയിട്ടുണ്ട്. ആ സ്വപ്നങ്ങളെല്ലാം നല്ല സ്വപ്നങ്ങളാണ്. നമ്മൾ ചിലപ്പോൾ സ്വപ്നം കാണുന്നുണ്ടാവും, അത് നമുക്ക് പറയാൻ പറ്റാത്ത സ്വപ്നമായിരിക്കും. ചിലപ്പോൾ നല്ലത് കാണുന്നുണ്ടാവും, അത് പറയാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ ഇവർക്ക് കിട്ടിയ സ്വപ്നങ്ങൾ പറയാൻ പറ്റുന്ന സ്വപ്നങ്ങളാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് രചിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലേ? സ്വപ്നങ്ങൾ നല്ലത് കിട്ടുന്നുണ്ടെങ്കിൽ അവന് ദൈവമായിട്ടുള്ള വലിയൊരു ബന്ധമുണ്ട്. കാരണം നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കുന്നവരാണ്. അല്ലേ? പൊട്ടിത്തെറിക്കുന്ന, ദേഷ്യം വരുന്നവരാണ്. കിടന്ന ഉറക്കം വരില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടക്കുന്നവർ, രാത്രിയും പകലും ഓടുന്നവർ. അങ്ങോട്ട് പോവുക, ഒരു ഉറക്കോ ഒരു ശ്രദ്ധയാണ്. പക്ഷേ യോസേപ്പ് പിതാവ് ചെയ്യുന്നത്, നമ്മുടെ ആത്മീയത മുറിയപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ യോസേപ്പ് പിതാവിൻ്റെ ആത്മീയതയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് മുറിയപ്പെടുന്നത്. കാരണം യോസേപ്പ് പിതാവ് പ്രശ്നങ്ങളുടെ മുമ്പിൽ ശാന്തനായിട്ട് മൗനമായിട്ട് കർത്താവിനെ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് യോസേപ്പ് പിതാവ് രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതെല്ലാം കേട്ടിട്ട് പരിശുദ്ധ അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ വളരെയധികം ഒരു തേജസ്സുറ്റ ഒരു മുഖം കണ്ടു. കൃപ നിറഞ്ഞ ഒരു സ്ത്രീയാണ് കണ്ടത്. അല്ലേ ലിയാം? രണ്ടാളും കേട്ട സംഭവങ്ങൾ വളരെ ദുഃഖകരമാണ്. അല്ലേ? വളരെ വേദനാജനകമാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് യോസേപ്പ് പിതാവ് പരിശുദ്ധ അമ്മയെ കാണുമ്പോൾ മുഖത്ത് വലിയ തേജസ്സും വലിയ പ്രസന്നതയും കണ്ടു. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു മേഖല എത്ര പ്രശ്നമുള്ളതായാലും ആ വ്യക്തിയുടെ മുഖത്തെപ്പോഴും ആ വ്യക്തിയുടെ ശരീരത്തിലെപ്പോഴും ആ പ്രസന്നതയും ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഉണ്ടാവും. അതുകൊണ്ട് ഭാര്യ ഭർത്താവ് അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രസന്നതയും കൃപയും നഷ്ടപ്പെടാത്ത വിധത്തിൽ കുടുംബജീവിതത്തിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്തണം. അത് അല്ലേലിയ. ഇത് പറയാനുള്ള കാരണം, നമുക്ക് ദർശനങ്ങളും വെളിപാടുകളും സന്ദേശങ്ങളും സ്വപ്നങ്ങളും കിട്ടണമെങ്കിൽ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. അല്ലേലിയ? അല്ലേലിയ? ഈ കാലഘട്ടത്തിൽ പിള്ളേർ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങളും ഓരോ പോക്കിരിത്തരങ്ങളും കണ്ടു കഴിഞ്ഞാൽ ദൈവം 431 വർഷമല്ല ഒരിക്കൽ പോലും സന്ദേശം തരില്ല. അല്ലേ? നിങ്ങളുടെ പിള്ളേരെ കുറിച്ച് നിങ്ങളൊന്ന് ഓർത്തു നോക്കി. പോത്തുപോലെ കിടക്കുന്ന പിള്ളേർ, കർത്താവ് അവരോടുകൂടെ വസിക്കുന്നുണ്ടോ? കർത്താവ് വസിക്കുന്നത് ഏതിലൂടെയാണ്? പരിശുദ്ധ കുർബാനയിലൂടെയാണ്. അല്ലേ? പരിശുദ്ധ കുർബാനയിലൂടെയാണ്. കാരണം എന്താ? കർത്താവ് നിത്യമായിട്ട് വസിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. നമ്മുടെ പിള്ളേർക്ക് പരിശുദ്ധ കുർബാന വേണ്ട, പിന്നെ എങ്ങനെ വസിക്കും? അതുകൊണ്ട് കർത്താവ്, ഞാൻ നിങ്ങളോടൊത്ത് വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? നമ്മളോട് വസിക്കാൻ വേണ്ടിയാണ്. നമ്മളോടൊത്ത് വസിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധ കുർബാനയിലൂടെയാണ്. പരിശുദ്ധ കുർബാനയിലൂടെയാണ്. ഒരു ചേട്ടൻ ഇവിടെ വന്നു. ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പള്ളിയിൽ ഞങ്ങൾ ആദ്യത്തെ അച്ഛനാൻ പോയ 2 ആളാണ് ഞാനും വേറൊരു ചേട്ടൻ. ആ അച്ഛനേക്കാളും കൂടുതൽ കൃപ എനിക്കായിരുന്നു. പക്ഷേ എനിക്ക് അച്ഛനാവാൻ പറ്റില്ല. 7 വർഷം പഠിച്ചിട്ട് വീട്ടിൽ പോന്നു. അപ്പോൾ കൃപ ഇങ്ങനെയുള്ള ആൾക്കാരുടെ എന്ത്. അപ്പോൾ ഞാൻ എൻ്റെ ദൈവമേ, ഞാൻ ഈ ചേട്ടൻ്റെ 5 അയൽക്കത്തെത്തില്ല. മനസ്സിൽ പറഞ്ഞു. കാരണം 5 വർഷക്കാലം കാലിവിടുത്തിനിരുന്നു. നിരന്തരമായിട്ട് കുർബാനയ്ക്ക് കൂടുന്ന പയ്യൻ.
എനിക്കും പറഞ്ഞു, ഈ മനുഷ്യനോടൊരു പാവം എങ്ങനെ ചോദിക്കുന്നത്? കർത്താവ് പറഞ്ഞു, കുമ്പസാരിച്ചിട്ട് എത്ര വർഷമായി എന്ന് ചോദിച്ചു, കുർബാന സ്വീകരിച്ചിട്ട് എത്ര വർഷമായി എന്ന് ചോദിച്ചു. പള്ളിയിലെ ആദ്യത്തെ സെമിനാരി പോയ 2 വ്യക്തികളാണ്. ആദ്യത്തെ ഞാൻ ചേട്ടനോട് ചോദിച്ചു, കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണ്ട അച്ഛാ, എല്ലാ ദിവസവും കുർബാനയ്ക്ക് ഉണ്ട്. കുർബാന സ്വീകരിക്കുന്നുണ്ടോ? അതില്ല. കുമ്പസാരിച്ചിട്ട് അതൊരു 3 വർഷം 3-4 വർഷമായിട്ട് കൃത്യമായിട്ട് ഓർക്കുന്നില്ല അച്ഛന്നും. 5, 6, 7 കൊല്ലം കുമ്പസാരിക്കാത്തവർ വന്നിട്ട് സന്ദേശത്തിന് കാത്തിരിക്കുക. കിട്ടുമോ? ഈ അവസ്ഥ നിരന്തരം സന്ദേശം കിട്ടിക്കൊണ്ടിരിക്കുക. എവിടുന്ന? സ്വർഗത്തിൽ നിന്നാണ്. അവൻ്റെ ഒറ്റ ആഗ്രഹമായിരുന്നു എന്താ? രക്ഷകനെ കുറിച്ചുള്ള തീഷ്ണതയുണ്ടായിരുന്നു, രക്ഷകനെ കുറിച്ചുള്ളൊരു ദാഹമുണ്ടായിരുന്നു. അവൻ കിടന്നുറങ്ങുമ്പോൾ എന്താ? അവൻ കിടന്നുറങ്ങിയത് എന്താണെന്ന് അറിയാമോ? ഉറക്കമല്ലായിരുന്നു. അവനെ പ്രശ്നത്തിന് മുമ്പിൽ ഇത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇപ്പം എന്താണെന്ന് അറിയാമോ? വിളിച്ചു പറയാം. ഭാര്യ ഭർത്താവിൻ്റെ കാര്യം ഇങ്ങനെ യൂട്യൂബിലൂടെ ഇങ്ങനെ വിളിച്ചു പറയാം. ഇവിടെ യോസേപ്പിതാവ് എന്താ ചെയ്യുന്നത്? യോസേപ്പിതാവ് കിടക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ അവളെ പരസ്യമായിട്ട് ഉപേക്ഷിച്ചാൽ അവൾ എന്തു ചെയ്യും? അവരെ കവാടത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവളെ കല്ലെറിഞ്ഞു കൊല്ലും. ഇപ്പം നമ്മൾ നോക്ക്, പഴയ കാലത്തെ ദമ്പതിമാരും പുതിയ കാലത്തെ ദമ്പതിമാരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അവരുടെ ജീവിതത്തിൽ കോട്ടവും പറ്റാതെ അവളെ കല്ലെറിഞ്ഞ് കൊല്ലാതെ ആ നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കാൻ വേണ്ടി അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കുക. അങ്ങനെ കിടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം, നാളെ ഉപേക്ഷിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉറക്കം കിട്ടുമോ? ഇല്ലല്ലോ. അല്ലേ? നിങ്ങൾ നാളെ ഒരു വീട്ടിലൊരു സംഭവം നടക്കുമ്പോൾ എങ്ങനെ നിങ്ങൾ ഉറങ്ങാൻ പറ്റില്ലോ. ഉറങ്ങുന്നവരാരാന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധ്യമോ വ്യക്തതയില്ലാത്തതാണ്. നമ്മുടെ പിള്ളേർ പോത്തുപോലെ കിടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറയുമോ? നാളത്തെക്കുറിച്ച് അവർക്കൊരു ബോധ്യമില്ല, അല്ലേ? ഒരു ബോധ്യമില്ല, ഒരു ചിന്തയില്ല, അല്ലേ? പറയുന്ന കാര്യം മനസ്സിലാവുണ്ടോ? നാളെ മരിക്കുകയാണ്, ഓക്കെ. അവരതിനും തയ്യാറാണ്, ജീവിക്കാനും തയ്യാറാണ്, പെണ്ണ് കെട്ടാനും തയ്യാറാണ്, പെണ്ണ് കെട്ടാതിരിക്കാനും തയ്യാറാണ്, അച്ഛനാകാനും തയ്യാറാണ്, സിസ്റ്റർ ആവാനും തയ്യാറാണ്. അങ്ങനെയുള്ള ഒന്ന് പറഞ്ഞാൽ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യങ്ങളോ ഉൾക്കാഴ്ചകളോ ഒരു ചിന്തകളോ ഇല്ല. പക്ഷേ യോസേപ്പിതാവിന് ദീർഘവീക്ഷണമുണ്ട്. പ്രാർത്ഥിക്കുന്നവർക്ക് ഉണ്ടാകുന്നതിന് മേഖല എന്താണ്? ദീർഘവീക്ഷണം, അല്ലേ? അപ്പോൾ പഴയ നിയമത്തിൽ ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്കും പറഞ്ഞിട്ടുണ്ട്, 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, കന്യാകർമ്മം ധരിച്ച് പ്രസംഗിക്കും. ഇതെല്ലാം മനസ്സിൽ കിടക്കുകയാണ്. മുമ്പിൽ എന്താണ്? സംഭവങ്ങളൊക്കെ കിടക്കുന്നത്. ആ സംഭവങ്ങളും മുമ്പിൽ കിടക്കുന്നത്. അപ്പോൾ യോസേപ്പിതാവിൻ്റെ ഉള്ളിൽ എന്താണ്? ഒരു വലിയ ദുഃഖമല്ല, യുദ്ധമാണ്. അത് ഈ ദൈവത്തിൻ്റെ ആശയങ്ങളും പുറമേ നിന്ന് കേൾക്കുന്ന സംഭവങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. നിങ്ങളൊരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയായിരിക്കും? കാര്യങ്ങൾ കേൾക്കും, കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടും. അങ്ങനെ കിടന്ന് ഈ ഉപേക്ഷിക്കണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയിൽ, ഒരു രാത്രിയല്ല പല രാത്രിയായിട്ട് കിട്ടുന്ന ഒരു സന്ദേശമാണ് അത്. പരിശുദ്ധാത്മാവാണ് അവളോട് ഉദരത്തിൽ, പരിശുദ്ധാത്മാവാണ് ഉദരത്തിൽ, അല്ലേ? പരിശുദ്ധാത്മാവാണെന്ന് കേൾക്കുന്ന സമയത്ത് യോസേപ്പിതാവ് ചെയ്യുന്നത് സറണ്ടർ ചെയ്യുക, പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക, അല്ലേ? നമ്മൾ ഉറങ്ങിക്കിടന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് യോസേപ്പിതാവ്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നം കാണുമ്പോൾ എഴുന്നേറ്റ് ഒച്ചപ്പാടുണ്ടാക്കുന്നതാണ് മനുഷ്യൻ്റെ ജീവിതം നയിക്കുന്നത്. കാരണം എന്താ? ഇവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ ഉറങ്ങാല്ല, അവൻ ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുക. വചനങ്ങളെല്ലാം അറിയാം. പരിശുദ്ധ കന്യക ഗർഭം ധരിച്ച ശിശുവിനെ പ്രസവിക്കാം, ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്നൊക്കെയും കിടക്കുക. ഇതിൽ പറയുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിൽ 1-ാമത്തെ പുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അത് ഇപ്രകാരം പറയാം. അവൻ എങ്ങനെ ഇടണം? യോസേപ്പിതാവിനോട് പറയുന്നൊരു കാര്യം, നീ ആ കുട്ടിക്ക് എന്ത് പേരിടണം? യേശു എന്ന പേരിടണം. ഇപ്പം ഇവൻ കേട്ടിരിക്കുന്നത് എന്താ? ദൈവവചന. എന്ത്? യെശയ്യാ പറയുന്നുണ്ട്, കന്യക ഗർഭം ധരിച്ച് പുത്രനെ സ്പർശിക്കും. അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന 2-ാമത്തെ ചോദ്യം എന്താ? ഇവള് ഗർഭം ധരിച്ചിട്ടുണ്ട്, ഇവള് ആരുടെയാണെന്ന് ഇവന് ഒരു അറിവുമില്ല.
ഹല്ലേലൂയ. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ വല്ല മൊബൈലിൻ്റെ ലിങ്കൊക്കെ പോയി പിടിക്കാൻ പറ്റും. മൊബൈല് സൈബർ സെല്ലിൽ കൊടുത്ത് ഇത് ആരാണ് നിരന്തരമായിട്ട് വിളിച്ചത്, ആരാണ് നെറ്റ് വഴി ഫോൺ ചെയ്ത്, ഇൻസ്റ്റാഗ്രാം വഴിയാണോ എന്നൊക്കെ ചോദിക്കാൻ പറ്റും. ഇവിടെ അതൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. ഇവിടെ എന്താണ്? ജോസഫിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പഴയ നിയമഗ്രന്ഥത്തിലെ കാര്യങ്ങൾ പ്രവചനം കിടക്കാണ്. പുതിയ നിയമത്തിൽ എന്താണ്? അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അവൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല, അവൻ്റെ നാട്ടുകാർ കളിയാക്കും. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് പറയാണ്, എന്താണ്? ദൂതൻ പറയാണ്, മറിയത്തെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നത് നീ ശങ്കിക്കേണ്ട. ഫസ്റ്റ് ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? കിട്ടിയില്ലേ? എന്താ കിട്ടി? നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം കർത്താവിൻ്റെ ബലിയിലാണ് ചോദിക്കുന്നത്. കർത്താവെ, ഇതിൻ്റെ മേൽ നിൻ്റെ ഉത്തരം എന്താണ്? ഓരോ മകനും ഓരോ മകളും ഓരോ യുവാവും യുവതിയും ചോദിക്കേണ്ട ചോദ്യം കർത്താവിൻ്റെ ബലിയിലാണ്. കാരണം എന്താ? അവിടെ നിന്നാണ് ഉത്തരം കിട്ടുന്നത്. കാരണം എന്താ? അതാണ് ഈശോ നമ്മോടൊത്ത് വസിക്കുന്നത്. ഈ ബൈബിൾ വായിച്ച് കിടന്നത് പഠിച്ചതുകൊണ്ടാണ് അവൻ്റെ മുമ്പിലുള്ള ഈ ഭാര്യയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ അവന് ഉത്തരം കിട്ടാൻ എളുപ്പമായിരുന്നു. അല്ലേ ലിയ? എളുപ്പമായിരുന്നു. അല്ലേ? നമ്മൾ ബൈബിൾ നന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ലോഗോസിന് നല്ല മാർക്ക് മേടിക്കും. ബൈബിൾ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? കറക്കിക്കുത്തായിരിക്കും. അല്ലേ? കറക്കിക്കുത്തായിരിക്കും. അല്ലേ? അതുകൊണ്ട് ഭൂതാവത് പറയാണ്, അവിടെയാണ് പറഞ്ഞത് യേശു എന്ന പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. അപ്പൊ യേശു എന്ന വാക്കിന്റെ അർത്ഥം അവനറിയാം. പാപങ്ങൾ അവനെ രക്ഷിക്കും, മനുഷ്യരെ രക്ഷിക്കും. എങ്ങനെ? ഏറ്റവും വലിയ രക്ഷ എന്ന് പറയുന്നത് പാപങ്ങളിൽ നിന്ന് മോചിക്കുക എന്നുള്ള. പാപങ്ങളിൽ നിന്ന് മോചിക്കാൻ വേറൊരാൾക്കും സാധ്യമല്ല. കാരണം എന്താ? മരണം ഈ ലോകത്തിൽ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാപം വഴിയാണ്. മരണം എങ്ങനെ ലോകത്തിൽ വന്നേ? പാപം വഴിയാണ്. പിശാച് എങ്ങനെ ലോകത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ പാപം വഴിയാണ്. കാരണം എന്താ? പാപം. അവൻ സ്വർഗത്തിൽ നിന്ന് നിലം പതിച്ച മനുഷ്യനാണ് പിശാച്. പിശാചിനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ലല്ലോ. ഇല്ലല്ലോ. പിശാചിൻ്റെ ദൈവത്തിൻ്റെ പ്രഭവം കണ്ടിട്ട് അതേപോലെ ആകാൻ വേണ്ടി പരിശ്രമിച്ചാണ് പിശാച് കടന്നു വന്നത്. അല്ലേ ലിയ? ഇനി നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക്. ഈ ഔസേപ്പിതാവിനെ പിശാച് പീഡിപ്പിച്ചിട്ടുണ്ടല്ലോ, പല ഘട്ടം പീഡിപ്പിച്ചിട്ടുണ്ടല്ലോ, പല സമയത്ത് പീഡിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലേ ലിയ? അല്ലേ ലിയ? അതോടൊപ്പം തന്നെ ഔസേപ്പിതാവിൻ്റെ ഫാദറെ പീഡിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജോവാക്കീമിനെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഇല്ലേ? അപ്പം പിശാച് എന്ന് പറയുന്ന ഒരു വ്യക്തി പീഡിപ്പിക്കുന്നവനാണ്. അവൻ മനുഷ്യനെ നന്നായിട്ട് ജീവിക്കാൻ അനുവദിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ വചനമനുസരിച്ച് ദൈവഹിതത്തിനെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന വ്യക്തിയെ ദൈവം എന്ത് ചെയ്യും? ഒരു പോറലും വരുത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു മനുഷ്യൻ ഭയപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിച്ച് നിശബ്ദനായിട്ട് നിൽക്കുമ്പോൾ ദൈവം നൽകുന്ന കാര്യമാണ് ഭയപ്പെടേണ്ടത്. ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തുടർന്ന് പറയാണ്, എന്താ കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം. അപ്പം മനസ്സിലായി സംഭവം. എന്താ? പ്രവാചക ഗ്രന്ഥങ്ങളെല്ലാം കിടക്കുന്നത് കൊണ്ട് ഇത് മാലാഖ പറഞ്ഞപ്പോൾ മനസ്സിലായി ഇതെല്ലാം ദൈവത്തിൻ്റെ സന്ദേശങ്ങളാണെന്ന് മനസ്സിലായി. ഇനി തിരിച്ചു പോകാം. അപ്പോൾ എത്രയും 433 വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിൻ്റെ പല ഇടപെടലുകളുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? യോസേപ്പ് പിതാവ്. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് സന്ദേശം കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ചിട്ട് എന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥന ഉപേക്ഷിച്ച അന്ന് തൊട്ട് ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട്. അല്ലേ ലിയ? അതുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം.